മറ്റ് നിവൃത്തിയില്ലാത്തതുകൊണ്ട് വെള്ളം നിറച്ച ചെടിച്ചട്ടിയിൽ വളർത്തിയിരുന്ന താമര പിന്നീട് അതിൽ വെള്ളം കെട്ടി നിൽക്കുന്ന ഒഴിവാക്കി സാധാരണ ചെടിച്ചട്ടി പോലെയാക്കി. എന്നുവെച്ചാൽ മണ്ണിട്ട് നിറച്ച് കല്ലുകളും കൂടി ഇട്ട് കൊടുത്തു. കല്ലുകൾ വെറുതെ ഒരു ഭംഗിക്ക് ഇവിടെ സ്ഥിരം ശീലമുള്ളതാണ്. അങ്ങനെ ചെയ്ത് കൊടുത്തു. കാരണം വേറെ ഒന്നുമല്ല, ആ വെള്ളം ആകെ ചളിയായിട്ട് സ്വല്പം മണമൊക്കെ വന്നു, കൊതുക് വളരാൻ തുടങ്ങി. എണ്ണപ്പാട ഇട്ടുണ്ടായിരുന്നു, എന്നിട്ടും കാര്യം ഉണ്ടായില്ല. അപ്പോൾ പിന്നെ വേറെ നിവൃത്തിയില്ല, മുന്നിലെ മുറ്റത്ത് അങ്ങനെ ഒരു ചെടിച്ചട്ടി വെക്കാൻ പറ്റില്ല. അപ്പോൾ അതുകൊണ്ട് ഇങ്ങനെയാക്കി. പക്ഷെ ഒരു വ്യത്യാസമുണ്ട്. സാധാരണ ചെടിച്ചട്ടികൾക്ക് നമ്മൾ അടിയിൽ ദ്വാരമിടും അധികമുള്ള വെള്ളം ഒഴുകി പോകാൻ വേണ്ടിയിട്ട്. ഇതിന് അങ്ങനെയില്ല. ആ ഒരു ചെറിയ വ്യത്യാസമുണ്ട്. അപ്പോൾ നമ്മൾ രാവിലെ വെള്ളം ഒഴിച്ച് കൊടുത്തു കഴിഞ്ഞാൽ പിറ്റേന്ന് രാവിലെ വരുമ്പോഴേക്കും മിക്കവാറും അത് വലിയൊരു ഉണങ്ങി വരേണ്ട പോലെ കാണില്ല. മറ്റ് ചെടിച്ചട്ടികളിൽ നല്ല വെയിലുള്ള ദിവസമൊക്കെ ആണെങ്കിൽ പലപ്പോഴും ഉണങ്ങി വരേണ്ട പോലെ കാണും. പിന്നെ നല്ല വേനൽ വരുമ്പോൾ, ചൂട് കൂടുമ്പോൾ ഇനി എന്താ വരികയെന്നറിയില്ല. ഇതിപ്പോൾ ഇതിന് പുതിയ ഇലകളൊക്കെ വരുന്നുണ്ട്. പഴയ ഇലകൾ ചിലത് കരിഞ്ഞു പോകുന്നുണ്ട്. അത് മുമ്പും ഉണ്ടായിരുന്നു, വെള്ളമുള്ള സമയത്തും ഉണ്ടായിരുന്നു. ഇപ്പോൾ വലിയ വ്യത്യാസം തോന്നുന്നില്ല. ഈ കാണുന്ന ഇടതുവശത്ത് കാണുന്നതൊക്കെ പുതിയ ഇലകൾ. അത് അവിടെ കാണുന്ന ഒരു ചെറിയ ഇല, അതൊക്കെ പുതിയ ഇല തന്നെയാണ്. അപ്പോൾ ഈ മാറ്റം വരുത്തിയ ശേഷം ആവശ്യത്തിന് പുതിയ ഇലകൾ വന്നുകൊണ്ടിരിക്കുന്നുണ്ട്. അപ്പോൾ അതുകൊണ്ടൊരു പ്രതീക്ഷയുണ്ട് ഇതിങ്ങനെ വളർത്താൻ പറ്റുമെന്ന്. അങ്ങനെയാണെങ്കിൽ വലിയ സന്തോഷമായി, ഒരു പുതിയ അനുഭവമായി. വെള്ളത്തിലല്ലാതെ താമര വളരുന്നത് സാധാരണ ചെടി പോലെ.